അള്ളാഹുവിനെ അറിയണം എന്നാണ് എന്റെ താല്പര്യം. മഅരിഫത്തിന്റെ വാതിൽ എപ്പോൾ തുറക്കുമെന്നാൽ മഅരിഫത്ത് നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ തുറന്നുകൊണ്ടിരിക്കും. തുറന്നതായി ലോകത്തിന് പിന്നീടാണ് ബോധ്യപ്പെടുന്നത്. എങ്കിലും അള്ളാഹുവിനെ അറിയണം എന്ന നിന്റെ ആത്മാർത്ഥമായ താല്പര്യം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ അവിടെ വാതിൽ തുറന്നിട്ടുണ്ടാവും. അപ്പോൾ മുതൽ മഅരിഫത്ത് നിന്നിൽ അനുഭവപ്പെട്ടുകൊണ്ടേ. പക്ഷേ നിനക്കത് അനുഭവപ്പെടണമെങ്കിൽ നേരം വൈകാം. പക്ഷെ മഅരിഫത്തിന്റെ വാതിൽ അപ്പോൾ തന്നെ തുറക്കും. എപ്പോൾ തുറക്കും? നീ അള്ളാഹുലേക്കുള്ള വിശ്വാസം ആഗ്രഹിച്ചിട്ട് തുറക്കും. പിന്നെ അകലല്ല. എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം അറിയുന്നില്ല? നമ്മൾ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ ഈ കാര്യത്തിന്റെ അത്ഭുതം ആലോചിച്ചു. സുആലിന്റെ മുഴുവൻ ആയത്തിൽ കൊല്ലുണ്ട്, എന്നാൽ ഇവിടെ ഇല്ല. ഇവിടെ സുആൽ തന്നെയാ. പക്ഷേ ആരെ പറ്റിയുള്ള സുആല? അല്ലാഹ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ റബ്ബിനെ അറിയാൻ ശ്രമിച്ചില്ല എന്നതാണ്. ആത്മാർത്ഥമായി റബ്ബിനെ അറിയാൻ ശ്രമിച്ചാൽ റബ്ബിന്റെ വാതിൽ നമുക്ക് തോന്നിട്ടുണ്ട്, നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. റബ്ബിനെ നമ്മൾ അനുഭവപ്പെടും. ഹിലാലുകൾ എന്താണ്? ഹിലാലുകൾ അതും ഹബീബായ നബിയോട് വന്ന് ചോദിക്കുന്നത് അതും ഒരു ഇസ്തിഫ്താഹിന്റെ രൂപത്തിൽ തന്നെ. എന്താണത്? ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ഒരു ഇസ്തിഅലാമാണ്, ഒരു ഇസ്തിഫ്താ ആണ് നേരത്തെ പറഞ്ഞതെല്ലാം. എന്നാൽ വഇദാ സഅലക ഇബാദി എന്ന് പറയുമ്പോൾ അന്നി എന്നാൽ എന്നിലേക്ക് ചേരുക എന്നത് എന്റെ അടിമകൾക്ക് താല്പര്യമാകലാണ്. അപ്പോൾ പിന്നെ ഒരു കുൽന്റെ താമസം പോലുമില്ല. ഫഇന്നി ഖരീബ്, ഞാൻ അവരന്വേഷിക്കുമ്പോൾ തന്നെ ഞാൻ അവരെടുത്തുണ്ടാവും. അപ്പോൾ പ്രശ്നം അള്ളാഹു നമ്മുടെ അടുത്തില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും അള്ളാഹുവിനെ അന്വേഷിക്കുന്നില്ല എന്നതാണ്. വളരെ ചിന്തിക്കണം. എന്ന് പറയാലോ അള്ളാഹു തആലക്ക് ഒരു കുൽ എന്റെ ഒരു വ്യത്യാസം പോലും അവിടെ കാട്ടിയില്ല. നിങ്ങൾ അത്ഭുതം, നിങ്ങൾ എന്താണ് ഇതിൽ ചിന്തിക്കാത്തത്? പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കാൻ വരുന്ന ആളുകൾ വരെ ഉണ്ടാകും എന്ന് പറഞ്ഞു. വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. അവിടെയൊക്കെ കുല്ലുണ്ട്. എന്നാലോ ഇവിടെ അങ്ങനത്തെ സംഗതിയില്ല. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായ ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറെ ഗൗരവമായ കാര്യം എന്തെന്നാൽ പ്രശ്നം നമ്മുടെ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ഉടമക്കാരൻ അടിമയുടെ തൊട്ടടുത്തുണ്ട്. നബിയെ അവരോട് പറയുക എന്ന ഒരു ത്രീലത്ത്, ഒരു അകലം പോലും ഉണ്ടാക്കിയില്ല. ഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് അന്വേഷിച്ചാൽ തന്നെ ഫഇന്നി ഖരീബ്, ഞാൻ തൊട്ടടുത്തുണ്ട്. അതായത് അവന്റെ റഹ്മത്ത്, അവന്റെ ഇജാബത്ത് അവനിലേക്ക് വാസിലാകാൻ, അടിമക്ക് അവനിലേക്ക് ചേരാൻ ഒരു പ്രശ്നവും ഇല്ല, തൊട്ടടുത്തുണ്ട്. നബിയെ അങ്ങ് പറഞ്ഞേക്കുന്നല്ല ഫഇന്നി ഖരീബ്. ഇത് ഏതെങ്കിലും ഒരു പത്രമല്ല, ഇത് ഒരു ലേഖനമല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. എന്താണ് അള്ളാഹുവിന്റെ കലാമിൽ കുൽ കൊടുത്തതും കൊടുക്കാത്തതും അതിൽ ഗൗരവമായ വ്യത്യാസങ്ങൾ. അപ്പോൾ അടിമ ആത്മാർത്ഥമായി ഉടമയെ അന്വേഷിച്ചാൽ മതി. അന്വേഷിച്ചാൽ തന്നെ ഏറെ അടുത്തവനായി അടിമക്ക് ഉടമയെ അനുഭവിക്കാൻ കഴിയും. ഒരു കുൽ വളരെ അത്ഭുതകരമായ ഒരു സ്ഥലമാണ്. വേറെ സുആലുമായി ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം കാണുന്നുണ്ട് കുൽ. എന്തേ ഇവിടെ ഒരു കുൽ ഇല്ലാഞ്ഞു? അതേ സമയത്ത് പ്രാർത്ഥനയെ കുറിച്ച് ഓർഡിനറിയായ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊല്ലുണ്ട്. പ്രാർത്ഥനയെ പറ്റി
ആളുകൾ അന്വേഷിക്കാൻ വരുന്ന കാര്യമല്ലാതെ പ്രാർത്ഥനയുടെ ഒരു സ്ഥാനം പറഞ്ഞായിട്ടുണ്ട്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. അൽ ഫുർഖാന്റെ 77-ാമത്തെ വചനം. ഖുൽ നബിയെ തങ്ങൾ പറയുക, മാ യഅബഉ. അവിടെ നബി അവിടെ എന്താ? അവിടെ ഇൽമ പറയാ. ഇവിടെ അടിമ അന്വേഷിച്ച് വരിക. പിന്നെ അവിടെ പറയാൻ പോലും നേരമില്ല. പറയുന്നതിന് മുമ്പ് തന്നെ ഉടമക്കാരൻ അടിമയുടെ അടുത്തുണ്ടെന്ന് അടിമക്ക് ബോധ്യപ്പെട്ടു. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ അവിടെ എന്തിനാ ഇതാ സഅലക്കാന്ന് പറഞ്ഞത്? അങ്ങയിലൂടെ, അങ്ങയിലൂടെ എന്ന് പറയാനുള്ള കാരണം എന്താ? മുഹമ്മദിയത്തെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇലാഹ് വാതിൽ തുറക്കൂല. മുഹമ്മദ് മുസ്തഫ. പക്ഷേ മുഹമ്മദിയത്ത് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇലാഹിനെ അന്വേഷിക്കാൻ ഒരു വിടവുമില്ല. അവർ ഇലാഹിനെ അന്വേഷിക്കുന്നതോടുകൂടെ ഇലാഹ് അവരെ കൂടെ ഉണ്ടാവും. എന്നാൽ ബഹുമാനപ്പെട്ട ഫുർഖാനിൽ കാണുന്ന ആയത്ത് ഇങ്ങനെയല്ല. അതൊരു ഇൽമ പറയാ. എന്താ ഇൽമ? അടിമ അന്വേഷിച്ച് വന്ന കാര്യമല്ല അവിടെ പറയുന്നത്. അവിടെ ഒരു പൊതു ഇൽമ പറയാ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് താക്കീത് ചെയ്യാം. ആരും അന്വേഷിച്ചു വരുന്ന കാര്യം പറയല്ല അവിടെ. അവിടെ എന്താ? ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുകയില്ല. അതൊരു ഫത്വ, അതൊരു ഇൽമ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമദാസന്മാർ എന്നെ അന്വേഷിച്ചാൽ തന്നെ മതി. അങ്ങയെ അംഗീകരിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ എന്റെ അടിമകൾ, എന്റെ ദാസന്മാർ. അങ്ങയിലൂടെ അല്ലാത്ത ഒരു സുആലില്ല. എന്തുകൊണ്ട്? മുഹമ്മദിയത്തിന്റെ വാതിൽ തുറക്കാതെ ഇലാഹിന്റെ വാതിൽ തുറക്കൂല. പക്ഷെ അങ്ങനെയുള്ള ഒരു അബ്ദിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ചാൽ തന്നെ മതി. ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം. അപ്പോൾ എന്താ അതിന്റെ ഉദ്ദേശ്യം? അള്ളാഹുവിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കുറ്റം നമ്മുടേത് തന്നെ. എന്താ നമ്മുടെ ഉദ്ദേശം? നമ്മൾ ഇപ്പോഴും അള്ളാഹുവിലേക്ക് ചേരണം എന്ന ബോധം നമുക്ക് ഇല്ല. ആരിഫ്യങ്ങളായ സൂഫിയാക്കളുടെ ഒരു ബെയ്ത്ത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചൊല്ലിക്കേൾപ്പിച്ചിരുന്നു. ഉരീദു വിസാലഹു വയുരീദു ഹജ്രി ഫാത്റുക് മാ ഉരീദു ലിമാ യുരീദു. അള്ളാഹുവിലേക്ക് ചേരണമെന്നാണ് എന്നാണ് എന്റെ താല്പര്യം. ഉരീദു വിസാലഹു, അള്ളാഹുവിലേക്ക് ചേരണമെന്നാണ് എന്റെ താല്പര്യം. അള്ളാഹുവിനെ അറിയണം എന്നാണ് എന്റെ താല്പര്യം. മഅരിഫത്തിന്റെ വാതിൽ എപ്പോൾ തുറക്കുമെന്നാൽ മഅരിഫത്ത് നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ തുറന്നുകൊണ്ടിരിക്കും. തുറന്നതായി ലോകത്തിന് പിന്നീടാണ് ബോധ്യപ്പെടുന്നത്. എങ്കിലും അള്ളാഹുവിനെ അറിയണം എന്ന് നിന്റെ ആത്മാർത്ഥമായ താല്പര്യം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ അവിടെ വാതിൽ തുറന്നിട്ടുണ്ടാവും. അപ്പോൾ മുതൽ മഅരിഫത്ത് നിന്നിൽ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ നിനക്കത് അനുഭവപ്പെടണമെങ്കിൽ നേരം വൈകാം. പക്ഷെ മഅരിഫത്തിന്റെ വാതിൽ അപ്പോൾ തന്നെ തുറക്കും. എപ്പോൾ തുറക്കും? നീ അള്ളാഹുവിലേക്കുള്ള വിസാൽ ആഗ്രഹിച്ചിട്ട് തുറക്കും. പിന്നെ അകലല്ല. എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം അറിയുന്നില്ല? നമ്മൾ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ ഈ കാര്യത്തിന്റെ അത്ഭുതം ഒന്ന് ആലോചിച്ചു. സുആലിന്റെ മുഴുവനും ആയത്തിലെ കൊല്ലുണ്ട്. എന്നാൽ ഇവിടെ ഇല്ല. ഇവിടെ സുആൽ തന്നെയാ. പക്ഷേ ആരെ പറ്റിയുള്ള സുആല? അല്ലാഹ് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ റബ്ബിനെ അറിയാൻ ശ്രമിച്ചില്ല എന്നതാണ്. ആത്മാർത്ഥമായി റബ്ബിനെ അറിയാൻ ശ്രമിച്ചാൽ റബ്ബിന്റെ വാതിൽ നമുക്ക് തുറന്നിട്ടുണ്ട്. നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. റബ്ബിനെ നമ്മൾ അനുഭവപ്പെടും. എന്തുകൊണ്ട്? ഞാൻ ഏറെ അവന്റെ അടുത്തുണ്ടാവും. അതവൻ അനുഭവിക്കും. നീ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹു തന്നിലേക്ക് ഒരു മുഴമെടുക്കും. നീ അള്ളാഹുവിലേക്ക് നടക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിലേക്ക് കൂടി വരും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനാരാ?
അവന്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ. അവന്റെ പ്രത്യേകത, നാം മൂടി പുതച്ചുടങ്ങ് ഇറങ്ങുകയാണെങ്കിലും പാതിരാത്രി കഴിഞ്ഞാൽ ആരാണ് അന്വേഷിക്കുന്നത്? എന്നെ ഞാൻ തുറന്നു തരാമല്ലോ എന്ന് പറയുന്നവനാണ്. അന്വേഷിച്ചാലല്ല, ഇങ്ങോട്ട് അന്വേഷിക്കുന്നവനാണ്. പിന്നെ അന്വേഷിച്ചാൽ എന്ത് താമസം ഉണ്ടാവുക? എല്ലാ പാതിരാത്രിയും കഴിഞ്ഞാൽ റബ്ബിന്റെ സുആലുണ്ടാവും അടിമകളിലേക്ക്. എന്താ സുആൽ? അള്ളാഹുവിന്റെ അന്വേഷണം ഉണ്ടാവും. ആരാണ് എന്നോട് ചോദിക്കുന്നത്? ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഞാനവന് കൊടുക്കാമല്ലോ. ആരാണ് എന്നോട് റിസ്കിന് തേടുന്നത് എങ്കിൽ ഞാൻ അവന് റിസ്ക് നൽകാമല്ലോ. ആരാണ് എന്നോട് ആരാണ് എന്നോട് പൊറുക്കല്ല തേടാനുള്ളത്? ഞാൻ അവന് പുറത്ത് കൊടുക്കാമല്ലോ. ആരാണ് എന്നോട് റഹ്മത്ത് ചോദിക്കുന്നത്? ഞാൻ അവന് റഹ്മത്ത് നൽകാമല്ലോ എന്ന് എല്ലാ പാതിരാത്രിയും കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. റമളാനോ ശവ്വാലോ ദുൽഖഅദോ ഒരു വ്യത്യാസമില്ല. റമളാനില്ല, ശവ്വാലില്ല, ദുൽഖഅദില്ല, ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. നിങ്ങളെ ചിന്തിക്കണം. അപ്പോൾ പ്രശ്നം നമ്മുടേതാണ്. ഇനി അന്വേഷിക്കേണ്ടതാരാ? എന്താണ് ഇബാദ്? എന്താ ഇബാദ്? ഇബാദ് എന്നാൽ ശ്രദ്ധിക്കണം. ഇബാദ് എന്ന ഖുർആൻ ഉപയോഗിച്ച സ്ഥലങ്ങളെയെല്ലാം നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇബാദ്, അബീദും ഇബാദും രണ്ടും അബ്ദിന്റെ ബഹുവചനമാണ്. അബീദ്, ഇബാദ്. എന്താണ് ഇബാദ് എന്ന വാക്കിന്റെ ആഴം? ഇബാദ് എന്ന വാക്കിന്റെ ആഴം നമ്മൾ പരിശോധിച്ച് നമ്മിലേക്ക് ചേർത്താൽ, മനുഷ്യരിലേക്ക് ചേർത്താൽ, അബ്ദിന് രണ്ട് തരത്തിൽ ബഹുവചനം വരാം. അബീദ് എന്നും വരാം, ഇബാദ് എന്നും വരാം. ഈ ഇബാദ് എന്ന വാക്കിനെ മനുഷ്യരിലേക്ക് നമ്മൾ ചേർത്ത് സംസാരിക്കുമ്പോൾ, നോക്കുമ്പോൾ ഖുർആൻ ഇബാദ് എന്ന വാക്ക് ഉപയോഗിച്ച് കാണുന്ന സ്ഥലം വളരെ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാവും. എന്താണത്? ആരാണ് ഈ ഇബാദ്? ഇബാദിനെ നമ്മൾ മനസ്സിലാക്കിയാൽ ദാസന്മാർ എന്ന് പൊതുവെ പറഞ്ഞാൽ പോരാ. ഇബാദ് എന്ന് മനസ്സിലാക്കാൻ, ഇബാദ് എന്ന വിഭാഗത്തിൽ ഒരാൾ പെടണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ടെന്ന് ഖുർആനിന്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ശ്രദ്ധിക്കണം. അബ്ദിനെ അബീദ് എന്നും ഇബാദ് എന്നും ബഹുവചനം വരാറുണ്ട്. ഇബാദ് എന്ന വാക്കിനെ മനുഷ്യരിലേക്ക് ചേർക്കുമ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള രീതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിക്കും ചില കാര്യങ്ങൾ, ശാസിക്കും ചില കാര്യങ്ങൾ. ചില കാര്യങ്ങൾ, ചില സമയങ്ങൾ, ചില വസ്തുക്കൾ, ചില സ്ഥലങ്ങൾ, ചില സമയങ്ങളിൽ, ചില കാര്യങ്ങളിൽ എല്ലാം മനുഷ്യർക്ക് അല്ലാഹു തആല കൽപ്പിക്കും, ചിലപ്പോൾ ശാസിക്കും. എന്താ കൽപ്പിക്കല്? ചെയ്യണം. ചില കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാവും, ചെയ്യണം. ചില കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാവും, ചെയ്യരുത്. അവിടെ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. ചെയ്യാനും ബാധ്യസ്ഥനാണ്, ചെയ്യാതിരിക്കാനും ബാധ്യസ്ഥനാണ്. കാരണം അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് കൽപ്പനയുള്ള കാര്യങ്ങൾ, ചെയ്യരുത് എന്ന കൽപ്പനയുള്ള കാര്യങ്ങൾ, വിശ്വമാസകലമുള്ള മനുഷ്യരെ ചെയ്യണം എന്ന കൽപ്പനയുള്ള കാര്യങ്ങളിൽ ചെയ്യാനും ചെയ്യരുത് എന്ന കൽപ്പനയുള്ള കാര്യങ്ങളിൽ ചെയ്യാതിരിക്കാനും ബാധ്യസ്ഥരാണ്. എന്നാൽ അവരിൽ ഒരു വിഭാഗം ആളുകൾ മുതമർരിദീങ്ങളോ, മോട്ട് കാട്ടി ഓടും. ചെയ്യേണ്ടത് ചെയ്യുകയുമില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുകയുമില്ല. അവർ മുതമർരിദീങ്ങൾ, തമറുദ്, അവരെ മോട്ട് കാട്ടി ഓടിയവരാണ്. അള്ളാഹുവിന്റെ കൽപ്പനയും അവർ സ്വീകരിക്കൂല, അള്ളാഹുവിന്റെ ശാസനയും അവർ സ്വീകരിക്കൂല. ഈ വിഭാഗം ഏതായാലും ഈ പറയുന്ന ഇബാദിൽ പെടൂല, അവർ അബീദിൽ പെടും. അബീദ് എന്നാൽ അള്ളാഹു അവരെ അടിമയാക്കിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അടിമത്തം അവരംഗീകരിച്ചിട്ടില്ല. ആര്? അള്ളാഹുവിന്റെ മോട്ട് കാട്ടി ഓടുന്നവർ. ഉദാഹരണം പറയാം. ഒരു നിലയ്ക്ക് എല്ലാവരും അള്ളാഹിന്റെ അടിമകളാ,
ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്താ? വായുവോട് ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല, ഇതൊക്കെ ഉള്ള നിയമങ്ങളാണ്. എന്നെല്ലാവരും വഴിപ്പെടുന്നു. അവൻ വിചാരിക്കാൻ കഴിയില്ല, വിചാരിച്ചാൽ അവൻ ജനിക്കൂല. അവന് വിചാരിക്കാൻ കഴിയില്ല, അവൻ വിചാരിച്ചാൽ അവൻ മരിക്കൂല. അപ്പോൾ എല്ലാവരും അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയവരാ. ഇങ്ങനെ കീഴൊതുങ്ങിയവർക്ക് അബീദ് എന്നാണ് പൊതുവെ ഖുർആന്റെ ഇസ്തിലാഹിൽ ആരിഫ്യങ്ങളായ ഉലമാക്കൾ പറയാറുള്ളത്. ഒരു അബീദാണ്. എന്നാൽ ഇബാദി എന്നാൽ എന്താ? ഇബാദി എന്നാൽ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉണ്ട്, ശാസിച്ച കാര്യങ്ങൾ ഉണ്ട്. കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ, കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും ശാസിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും എല്ലാ മനുഷ്യരും ബാധ്യസ്ഥരാണ്. അതേ സമയത്ത് ഒരു വിഭാഗം ആളുകൾ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയുമില്ല, കൽപ്പിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഇല്ല. അവർ ഏതായാലും ഇബാദല്ല, അവരേതായാലും ഇബാദല്ല. എന്നാ പിന്നെ വേറൊരു കൂട്ടരുണ്ട്, കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യും, ശാസിച്ച കാര്യങ്ങൾ ഒഴിവാക്കും. എന്നാൽ അവരും പൂർണ്ണമായി ഇബാദത്ത് എന്ന് പറയാനാവുമോ? ഖുർആന്റെ സംജ്ഞ പരിശോധിച്ചാൽ ആവില്ല. ഇതല്ലാത്തൊരു മൂന്നാമത്തെ കാര്യമുണ്ട്, അതിൽ അള്ളാഹ് കൽപ്പനയുമില്ല, ശാസനയുമില്ല. മനസ്സിലായില്ല? 3 തരം കാര്യങ്ങളെ പറയാം. മൊത്തം കാര്യങ്ങൾ 3 തരം. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച, മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, മനസ്സിലാവും. അള്ളാഹു കൽപ്പിച്ച കുറച്ച് കാര്യമുണ്ട്, അള്ളാഹു വിരോധിച്ച കുറച്ച് കാര്യമുണ്ട്. വേറെ ചില കാര്യങ്ങളുണ്ട്, കൽപ്പനയും ഇല്ല, വിരോധവും ഇല്ല. കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിച്ചില്ല, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയതും ഇല്ല, അവരേതായാലും ഇബാദിൽ വരൂല. രണ്ടാമത്തെ ഒരു കൂട്ടർ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യും, വിരോധിച്ച കാര്യങ്ങൾ ചെയ്യൂല. അവരും ഖുർആനിന്റെ ഇസ്തിലാഹ് അനുസരിച്ച്, സംജ്ഞ അനുസരിച്ച് ഇബാദിൽ വരാനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ട്? മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, കൽപ്പനയും ഇല്ല, ശാസനയില്ല, നിന്റെ ഇഷ്ടം പോലെ, അങ്ങനത്തെ കുറച്ച് കാര്യം. ഉദാഹരണം പറയാ, നിർബന്ധ കൽപ്പനയില്ല, ശാസനയില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയാ, രാത്രി ഉറങ്ങുക, രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, രാത്രി ഇശ എന്നത് നിർബന്ധ കൽപ്പനയാണ്, സുബഹി നിർബന്ധ കൽപ്പനയാണ്. അതിനിടയിലോ? മനസ്സിലായില്ല. ഇശ നിർബന്ധ കൽപ്പനയാണ്, സുബഹി നിർബന്ധ കൽപ്പനയാണ്. ഇത് ചെയ്താലും നല്ലവരൊക്കെ തന്നെയാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞ സ്ഥലങ്ങളിൽ കാണുന്ന ആളുകൾ, ഇബാദത്ത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ കാണുന്ന ആളുകൾ മൂന്നാമത്തെ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം ചെലവഴിച്ചോരാ. മനസ്സിലായില്ല? അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കും, അള്ളാഹിന്റെ ശാസന ഒഴിവാക്കും. മൂന്നാമത്തെ കാര്യമുണ്ട്, അതിന് അള്ളാഹിന്റെ കൽപ്പനയുമില്ല, വിരോധമില്ല, അത് നമ്മളെ ഇഷ്ടപ്പെട്ട് ചെലവാക്കും. അവരും സമ്പൂർണമായി ഇബാദത്തിൽ പെടൂല, അവിടെയും അള്ളാഹിന്റെ പൊരുത്തം നോക്കും. മനസ്സിലായില്ല? ഉദാഹരണം പറയാ, ഇശ നിസ്കരിക്കണം, അള്ളാഹിന്റെ കൽപ്പന. സുബഹി നിസ്കരിക്കണം, അള്ളാഹിന്റെ കൽപ്പന. ഇടയുള്ള സമയം ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാം, ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ ഓതാം, ദിക്റിൽ ഇരിക്കണമെങ്കിൽ പതിരാത്രി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാം, എന്റെ ഇഷ്ടം. എന്നാൽ ചില അടിമകൾ എന്ത് ചെയ്യും? ആ സമയത്ത് അള്ളാഹിന്റെ ഇഷ്ടം എന്താണെന്ന് പരിശോധിക്കും. ഹദീസുകളും ആയത്തും പരിശോധിച്ചാൽ മനസ്സിലാകും അവിടെ ഇഷ്ടം ആവശ്യമായ സമയത്ത് ഉറങ്ങിയിട്ട് ബാക്കി സമയം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലാണ്. ഇത് കൽപ്പനയിലുമില്ല, ശാസനയിലുമില്ല. പക്ഷേ മൂന്നാമത്തെ കൂട്ടർ എന്ത് ചെയ്യും? അള്ളാഹിന്റെ പൊരുത്തം നോക്കിയിട്ട് അത് ചെയ്യൂ. an example, ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ. 4 നിലക്ക് പെണ്ണ് കെട്ടാറുണ്ട്. 4 നിലക്ക് കല്യാണം കഴിക്കാറുണ്ട്. ആദത്തുന്നാസി അന്നന്നാസ യതനാകഹൂന യതസവ്വജൂന ലിഹാദിഹിൽ ഖിസാലിൽ അർബഇ. 4 കാര്യത്തിന് വേണ്ടി മനുഷ്യർ പെണ്ണ് കെട്ടാറുണ്ട്. ഒന്ന്, ചില വലിയ പൈസക്കാർത്തികളായ പെണ്ണുങ്ങളെ
പൈസയും കൂടെ നമുക്ക് ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ച് പെണ്ണിട്ട് കിട്ടാം. മനസ്സിലായോ പറഞ്ഞത്? അല്ലെങ്കിൽ അവളെ സൗന്ദര്യം നോക്കിയിട്ട് അവളെ കല്യാണം കഴിക്കാം, തെറ്റൊന്നല്ല. മുതൽ നോക്കി പെണ്ണിട്ടി തെറ്റാണോ? അല്ല. മുതൽ കട്ടെടുക്കൽ തെറ്റാണ്. പക്ഷേ ഭാര്യക്ക് മുതലും കൂടി നോക്കി ഭാര്യയെ കല്യാണം കഴിക്കൽ തെറ്റാണോ? തെറ്റല്ല. ഇല്ല, അള്ളാന്റെ ശാസ്ത്രം ഉണ്ടോ? ഇല്ല. കൽപ്പനയില്ല, ശാസനയില്ല. നിനക്ക് എങ്ങനെയും കെട്ടാ. എങ്ങനെ? ഈ മാലിഹ അവളെ മുതൽ സ്വന്താക്കാൻ വേണ്ടി അവളെ കല്യാണം കഴിക്കാം. പിന്നെ പറയ്, അവളെ സൗന്ദര്യം നോക്കി അവളെ കല്യാണം കഴിക്കാം. അവളെ തറവാട് നോക്കിയിട്ട് അവളെ കല്യാണം കഴിക്കാം. ഒരു ദീനിഹ ദീ നോക്കി കല്യാണം കഴിക്കാം. എന്നാൽ ഈ 4 കാര്യത്തിൽ മനുഷ്യൻ സ്വതന്ത്രനാണ്. എന്നാൽ ഇബാദ് എന്തേ നോക്കൂ. ചില ആളുകൾ എന്തേ നോക്കൂ, അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണ് അത് നോക്കൂ. അതെന്താ? ദീൻ. അപ്പൊ ഇത് ഇബാദിൽ പെടും. അപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തോടി തരാം, ഇതിനെ ദീനിനെ തിരഞ്ഞെടുത്താൽ നിനക്ക് ജയിക്കാം. അഥവാ നീ അള്ളാഹുവിന്റെ ഇബാദിൽ ചേരും. കൽപ്പനയുമില്ല, ശാസനയുമില്ല. അവരെങ്ങനെ ജീവിക്കും? അവര് എന്റെ പൊരുത്തമേ ആഗ്രഹിക്കൂ. മനസ്സിലായോ? അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇങ്ങനെ ഉത്തരം وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. അവർ രാത്രികാലങ്ങളിൽ സുജൂദിലും റുക്കൂയിലും ഖിയാമിലുമായി കഴിഞ്ഞുകൂടും. കൽപ്പന ഉണ്ടോ? നിർബന്ധ കൽപ്പന ഉണ്ടോ രാത്രി ഖിയാമിലും റുക്കൂയിലും സുജൂദിലാവണം? ഇല്ല. മനസ്സിലായ പറഞ്ഞത്? ഇല്ല. രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം കൽപ്പന ഉണ്ടോ? നിർബന്ധ കൽപ്പന ഉണ്ടോ? ഇല്ല. പക്ഷേ അവർ ഇബാദാണ്. ഇബാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യം അവർ ചെയ്യുമ്പോഴും അതിന് അള്ളാഹിന്റെ പൊരുത്തം എന്താണ് അത് നോക്കൂ. ഒരു കൂട്ടരുണ്ട്, അള്ളാഹിന്റെ കൽപ്പന ഉണ്ടോ? ഇല്ല. കൽപ്പന ഇല്ലല്ലോ. വിരോധമുണ്ടോ? ഇല്ലല്ലോ. എന്നാ നമ്മളെ സൗകര്യത്തിന് ഇതോടെ അതാണ് പൊതു ആമുന്നാസ്. അള്ളാഹ്ക്ക് അങ്ങനെ കൽപ്പന ഉണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് വിരോധം ഉണ്ടോ? ആവില്ല. എന്നാ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? നമ്മളെ സൗകര്യത്തിന് ചെയ്യാലോ. മനസ്സിലായി പറഞ്ഞത്? കൽപ്പനയും ഇല്ല, ശാസനയും ഇല്ല. ഉദാഹരണം പറയാ, മഗ്‌രിബ് നിസ്കരിക്കൽ അള്ളാഹിന്റെ പൊരുത്തം നിർബന്ധ. അസ്ർ നിസ്കരിക്കലും അള്ളാഹ്ക്ക് നിർബന്ധം. എന്നാൽ മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ദിക്റിലോ ദുആയിലോ ആ നേരത്തെ കൂടൽ നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? ഇല്ല. വിരോധമുണ്ടോ? ആവില്ല. ഒരു കൂട്ടർ എന്തെങ്കിലും അസ്ർ നിസ്കരിച്ചിട്ടുണ്ട്, മഗ്‌രിബിന് പോയാൽ മതി. അതെ അതെ. ഒരു കൂട്ടർ അങ്ങനെയല്ല. അവർക്ക് ആ സമയം അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാഹിനോട് ദുആ. ആ സമയം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ആരിഫ്യങ്ങളൊക്കെ ആ സമയം എന്ത് ചെയ്യും? ഒരു വർത്താനം പോലും പറയില്ല. ചില ആരിഫ്യങ്ങളുണ്ട്, അവർ അസ്ർ നിസ്കരിച്ചാൽ മഗ്‌രിബ് വരെ ഒരാളോടും മിണ്ടൂല. ഇല്ല. ആരോടല്ലാതെ? അള്ളാഹിനോടല്ലാതെ. സുബഹി നിസ്കരിച്ചാൽ സൂര്യോദയം വരെ അള്ളാഹിനോടല്ലാതെ മിണ്ടൂല. അസ്ർ നിസ്കരിച്ചാൽ മഗ്‌രിബ് വരെ അള്ളാഹിനോടല്ലാതെ മിണ്ടൂല. കഴിഞ്ഞ സ്വറ പറഞ്ഞിരിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, മുത്തനബിക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരത് ചെയ്യൂല. ഈശാന്റെ മുമ്പ് ഉറങ്ങൽ മുത്തനബിക്ക് ഇഷ്ടമല്ല, അതായത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അതും അവർ ചെയ്യൂല. മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് അങ്ങാടിയിലൂടെ വെറുതെ ഇറങ്ങി നടക്കൽ അത് അവർ ചെയ്യൂല. കാരണം ആ നേരത്തെ അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാഹുവിലേക്ക് കൈകൊണ്ടിരിക്കലാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ഇബാദിന്റെ പ്രത്യേകത. അതാണ് ഇബാദ്. ആ ഇബാദ് എന്ന സദാസമയം അവർ സദാ നേരം അള്ളാഹിന്റെ പൊരുത്തം നോക്കൂ. അതിൽ അള്ളാഹിന്റെ പൊരുത്തന്റെ ആദ്യം നോക്കൂ. അവരെയാണ് പിശാചിനെ ഒഴിവാക്കി കൊടുക്കാൻ അള്ളാഹ് പറഞ്ഞത്. ഇന്ന ഇബാദി. അതാ പറഞ്ഞത്. ഈ ഇബാദിൽ ആര് പെടൂല? മുത്തമരീദീങ്ങൾ പെടൂല. അള്ളാഹുവിൽ നിന്ന് മോട്ട് കാട്ടി ഓടിയവരൊക്കെ അള്ളാഹ് ശൈത്താനെ ഒഴിവാക്കി കൊടുക്കോ? ഇല്ല. വെറും നിർബന്ധം മാത്രം നോക്കി നടക്കണോലും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? മുതലിന് സക്കാത്ത് കൊടുക്കും, വേറൊന്നും കൊടുക്കൂല. സക്കാത്ത് കൊടുക്കും, വേറൊന്നും അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ ചിലവാക്കൂല. അപ്പൊ എന്തിൽ പെടൂല? നിർബന്ധം വീട്ടി എന്തിൽ പെടൂല? ഇബാദിൽ പെടൂല. ഇബാദ് അള്ളാഹിന്റെ പൊരുത്തം ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്നും കൊടുക്കല.
ആവശ്യക്കാരനാണ് എന്നറിഞ്ഞാൽ ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഇത് മനസ്സിലാക്കും ആര്? ഇബാദത്തിൽപ്പെട്ടവരെ. മറ്റോരോ അല്ലാ നിങ്ങൾ ആചാര്യം എന്തെങ്കിലും ഒരു കാര്യമായി ചെയ്യണം. അപ്പൊ പറഞ്ഞു കാര്യമായി ഞാൻ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരേണ്ടി വരും. അന്ന് തക്കാത്തില്ലേ, തക്കാത്ത കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ തരാം. പൂത്ത പൈസ കോടിക്കണക്കിന് ബാക്കിയുണ്ട്, എന്നാലും കൊടുക്കൂല. എന്തേ? എനിക്ക് ബാധ്യതയില്ലല്ലോ എന്ന ഇയാളെ ധാരണ. സത്യത്തിലയാൾക്ക് ബാധ്യത ഉണ്ട്. ആ ധാരണ അയാൾക്ക് തെറ്റായ ധാരണയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നോക്കുക? ആ പടച്ചോനെ അയാൾക്ക് രക്ഷപ്പെടുത്തിയാൽ അതാണ് എന്റെ റബ്ബിന്റെ പൊരുത്തം, വേഗം ചെയ്തു കൊടുക്കും. മദീനയിലേക്ക് വന്ന 1000 ഒട്ടക പുറത്തു വന്ന സാധനങ്ങൾ മുഴുവനും മദീനക്കാർക്ക് വെറുതെ കൊടുക്കൽ ഉസ്മാൻ നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഉസ്മാൻ അത് ചെയ്തു. എന്തുകൊണ്ട്? അള്ളാന്റെ പൊരുത്തത്തിലാണ്. ചിന്തിക്ക്. സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് ബിലാലിനെ മോചിപ്പിച്ചേക്കാൻ സിദ്ദീഖിന് ബാധ്യതയുണ്ടോ? ഇല്ല. അതിന്റെ പേരിൽ സിദ്ദീഖിനെ ആക്ഷേപിക്കുക പോലും ചെയ്യുന്നേ. ഒരു കറുകറുത്ത അടിമയെ, എന്തിനാണ് ഒന്നിനും പറ്റാത്തൊരു അടിമയെ ഈ അബൂബക്കർ മോചിപ്പിക്കുന്നത്? എന്തോ രഹസ്യം ഉണ്ടാവും ബിലാലിന്. അബൂബക്കറിന്റെ രഹസ്യം ബിലാലിന്റെ കയ്യിലുണ്ടാവും. മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ അബൂബക്കറിന്റെ രഹസ്യം പുറത്താവുമെന്ന് അബൂബക്കറിന്റെ പേടിയുണ്ടാവും. അതുകൊണ്ടായിരിക്കും. എന്തോ ഒരു രഹസ്യമുണ്ട് അബൂബക്കറിന്റെ, എന്തോ ഒരു രഹസ്യം ബിലാലിന്റെ കയ്യിലുണ്ട്. ഈ കുടുങ്ങിയ സമയത്ത് മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ബിലാൽ മരിക്കുമ്പോൾ അത് പുറത്തു പറഞ്ഞാലോ എന്ന് അബൂബക്കറിന് പേടിയാ. അതുകൊണ്ടായിരിക്കും എന്ന് വരെ പറഞ്ഞുണ്ടാക്കി. അല്ലെങ്കിൽ ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞതാണ്, ഞാൻ ആരും തരാം അബൂബക്കർ, ഇത് ഇയാൾ തരൂല, ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചതാണ്. എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് വന മതി. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. ഇങ്ങനെ വരെ അബൂബക്കർ സിദ്ദീഖിനെ ആക്ഷേപിച്ചിട്ടും അബൂബക്കർ സിദ്ദീഖ് അത് ചെയ്തു. എന്തുകൊണ്ട്? അള്ളാന്റെ പൊരുത്തനാണ്. മനസ്സിലായി? ഇത് തന്നെ അള്ളാന്റെ പൊരുത്തനാണ്. അള്ളാന്റെ പൊരുത്തനാണ്. ചിന്തിക്ക്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പുതപ്പിൽ കിടക്കാൻ അലിയോട് പറഞ്ഞു. എന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി പോയി. അലിക്ക് പറഞ്ഞോട് കാക്കയാണല്ലോ, ഒന്ന് മകളെ കല്യാണം കഴിച്ചില്ല, കാക്കയാണ്. കാരണം ഒന്ന് അനുജന്റെ മകനോ ഒന്ന് ജ്യേഷ്ഠനോ സഹോദരന്മാരല്ലേ. അഹീന ഹബീബ നബി പറയുന്നേ. ആരെ? അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ കാക്ക നിങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് പോവുക, ഞാൻ ഒറ്റയ്ക്ക് പരിയില്, അവര് വീട് വളയാ, നിന്നെ കൊല്ലൂല. ഉറപ്പല്ലേ കൊല്ലും. കാരണം ഇതുവരെ ഇവരെ വിഡ്ഢിയൊക്കെയല്ലേ ചെയ്ത്. ആ പുതപ്പ് ഇങ്ങനെ രാവിലെ ഒരാൾ എണീറ്റ് ഇങ്ങനെ വരുന്നാൽ വിഡ്ഢിയൊക്കെയല്ലേ, കൊല്ലുന്ന ഉറപ്പല്ലേ. പിൽക്കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പോലെ ആരാണുള്ളത്? ആര്യാരേ? എന്തുകൊണ്ട്? ഹബീബ് റസൂലുള്ളാഹിന്റെ അതേ പുറപ്പിൽ ആ രാത്രി കടന്നു പറയാലോ, കാക്ക ഇത് ശരിയാവില്ല, വേറെന്തും ചെയ്യാം, ഇത് തടി കിടക്കണം, ഇത് ജീവൻ പോണ കേസാ. അപ്പൊ ഈ കാക്ക വേറെ ആളത്തെ വിടുമല്ലോ, അവിടെ തന്നെ നടന്നു. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ പൊരുത്തം അള്ളാഹിന്റെ പൊരുത്തം അതിനാണെന്ന് ആർക്കറിയും? അലിയാർക്കറിയും. അപ്പോൾ ഇബാദ് എന്റെ ഇബാദ് തേടിയാൽ, അന്വേഷിച്ചാൽ. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഓഹോ, അപ്പോൾ പ്രശ്നം മനസ്സിലായി. നമ്മൾ ആദ്യം ഇബാദിൽ ചേരണം, എന്നാൽ തീരുമാനം ഉണ്ടാവും. എന്താ ഉത്തരം ഉണ്ടാവാത്തത്? മനസ്സിലായോ? നമ്മൾ ആദ്യം എന്തിലേക്ക് കയറണം? ഇബാദിൽ കയറണം. മനസ്സിലായോ? നമ്മൾ അല്ലാഹുവിന്റെ ഇബാദിലേക്ക് ചേരണം. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത്ത് ദാഇ, ഇത്തരം പ്രാർത്ഥന നടത്തുന്നവന്റെ പ്രാർത്ഥന ഇതാ. അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അത്തരക്കാരുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. ആരായിരിക്കണം? ഫസ്റ്റ് കാറ്റഗറി, പിന്നെ സെക്കൻഡ് തേർഡും ഒക്കെ പിന്നെ ഉണ്ടാവാം. ഫസ്റ്റ് കാറ്റഗറി ഇതാ, ഞാൻ ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടണമെങ്കിൽ അവൻ ഇത്തരത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഞാൻ അവനെ ബാക്കിയാക്കൂല, തീരുമാനം ഉണ്ടാക്കും. മനസ്സിലായോ പറഞ്ഞത്? ഇതൊന്നും അല്ലാതെ ഉത്തരം കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അത് പിന്നീട് പറഞ്ഞുതരാം. സാധാരണഗതിയിൽ അവൻ ഇബാദിൽ ചേരണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം.
അതുകൊണ്ടാണ് കോയാമുട്ടി മുസ്ലിയാർ എന്ത് ചെയ്തത്? ജുമാക്ക് ദുആ ചെയ്തു. കോയാമുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന പാലക്കുളം അബ്ദുൽ ബാരി എന്ന മഹാന്റെ ബാപ്പയാണ് കോയാമുട്ടി മുസ്ലിയാർ. പുതുപ്പറമ്പിലെ പള്ളിയിൽ ജുമാക്ക് നിസ്കരിക്കാൻ വരുമ്പോ ആളുകൾ പറഞ്ഞ് മഴയില്ല, കഷ്ടപ്പെട്ടിട്ടുണ്ട് ഖാദിയാരെ, ദുആർക്കണം. വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച് കുഞ്ഞാമുട്ടി മുസ്ലിയാർ ദുആ ചെയ്ത് മഴ പെയ്തില്ല. അസറിന് വാങ്ങുകൊടുത്തപ്പോൾ കുഞ്ഞാമുട്ടി മുസ്ലിയാര് അക്കാലത്ത് ഇരുന്ന് ഒന്നുണ്ടാക്കുന്ന പഴയ ഹൗലുണ്ടല്ലോ, ആ ഹൗലാണ്. ആ ഹൗലിന്റെ കയ്യിൽ കല്ലുമ്മ പോയിരുന്നു. കല്ല് ഒന്നു കൊടുക്കാനുള്ള കല്ലുണ്ടാവും, അങ്ങനെ കുമ്പിട്ട് ഒന്ന് കൊടുക്കും. കല്ലിന്റെ അവിടെ പോയി വാങ്ങുകൊടുത്തു. മുപ്പര് ഒന്നും കൊടുത്തില്ല. 4 ഭാഗത്തു നിന്നും ഓടിന്റെ ഇടയിൽ പാത്തി വെച്ച് പാത്തിയിലൂടെ വെള്ളം വരുന്ന ഹൗലായിരുന്നത്തെ അക്കാലത്ത് പല പള്ളിയിലുണ്ടാവും. എന്തുകൊണ്ട്? മുക്രിമാർക്കുടെ സൗകര്യത്തിനും വെള്ളം കിട്ടാനും വേണ്ടി. ഇന്നത്തെ പോലെയല്ലോ ഏത്തമുക്കണ്ടേ. അപ്പോ നടുമുറ്റത്ത് ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യൂല, റൂഫ് ഉണ്ടാവില്ല. ഓർമ്മല്ലേ പഴയ ഹൗളുകള്? അതായത് 4 ഭാഗത്തും എന്ത് ചെയ്യും, പാത്തി ഇങ്ങനെ വെക്കും. ഹൗല് കുളിർക്കാനുള്ള ഒരു ഹൗലിന്റെ പൊല ഉണ്ടാവും. ഹൗലും പൊലന്റെ അവിടെയും പള്ളിന്റെ അവിടെ നിന്നും ഒക്കെ രണ്ടിന്റെ ഇടയിൽ ജോയിന്റ് ആക്കുന്ന പാത്തികൾ ഉണ്ടാവും. ഈ പാത്തിയിൽ വരുന്ന മഴവെള്ളം നേരെ എങ്ങോട്ട് വരും? ഈ ഹൗലിലേക്ക് വരും. എന്നാ പിന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് മുക്രിമാർക്ക് ബുദ്ധിമുട്ടില്ല. വേനൽക്കാലത്ത് ഇടമഴ ഉണ്ടായാലും വലിയ സന്തോഷം, വലിയ ഹൈറാണ്. അങ്ങനെയൊക്കെയാണ് അക്കാലത്ത്. മറ്റേ ഏത്തമുക്കണ്ടേ, വലിയ കഷ്ടപ്പാടല്ലേ. കോയമുട്ടി മുസ്ലിയാർ അവിടെ പോയി. കോയമുട്ടി മുസ്ലിയാർ കോയമുട്ടി എന്നാണ് അവരുടെ പേര് എന്നാ എന്റെ ഓർമ്മ. കുഞ്ഞാമുട്ടി മുസ്ലിയാർ കുഞ്ഞാമുട്ടി മുസ്ലിയാർ അവിടെ പോയിരുന്ന് ബാങ്ക് കൊടുത്ത് മുപ്പര് കൊടുത്തില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജമാഅത്ത് തുടങ്ങാനായപ്പോൾ മുക്കരി വന്ന് ആദ്യമൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ ഒന്ന് ഒച്ച എനിക്ക് നോക്കും. മൂല്യർ ഒന്നു കൊടുക്കണില്ലേ? അതിന് എല്ലാവർക്കും വന്ന് ഇവിടുന്നാട് ഒന്നു കൊടുക്കുകയാണെങ്കിൽ വേഗം വന്നാൽ എല്ലാവർക്കും കൂടി ജമാഅത്ത് തുടങ്ങായിരുന്നു. ജമാഅത്തിന് വേണ്ടി ആളുകൾ കാത്തിക്കുണ്ട്. അപ്പൊ പറഞ്ഞ് കുഞ്ഞാമുട്ടിക്ക് ഉച്ചക്ക് ചോദിച്ചാൽ കിട്ടിയില്ല. അതൊന്ന് കിട്ടിയാലേ ഇനി അസന്ന് ചോദിക്കണുള്ളൂ. ചോദിച്ചാൽ പോലും കിട്ടണ്ടേ. കുഞ്ഞാമുട്ടിന്നാണ് അവരുടെ പേര്. എന്താണെങ്കിലും എനിക്ക് ഉച്ചക്ക് ചോദിച്ചാലേ കിട്ടിയില്ല, അള്ളാഹു തന്നിട്ടില്ല. അത് തന്നാലും ഞാൻ അസർക്ക് ഒന്നു കൊടുക്കുള്ളൂ. ഉടനെ മഴ പെയ്യും. ഇത് പുതുപ്പറമ്പിന്റെ ചരിത്രമാണ്. ഇത് ചരിത്രമാണ്. ഇത് അംഗീകരിക്കുന്ന ചരിത്രമാണ്. ഈ ചരിത്രം അറിയുന്ന അനവധി ആളുകൾ ഇന്ന് ആ നാട്ടിലുള്ള എനിക്കറിയാം. ഇന്ന് ഈ ചരിത്രം എന്നോട് പറഞ്ഞ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് ആ ചരിത്രം പല പുസ്തകങ്ങളിലും കാണാം. എനിക്ക് ജുമാക്ക് ചോദിച്ചാലേ കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടിയാലേ അസറിന് ചോദിക്കണമല്ലോ. അട്ടിമലട്ടി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ മഴ പെയ്ത് ആ മഴവെള്ളത്തിൽ ഒന്നെടുത്ത് അസർ നിസ്കരിച്ചു. എന്ത്? ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല. ഇപ്പൊ എന്ത് വേണം? ഇബാദിൽ കയറാൻ നോക്കണം. പ്രാർത്ഥിച്ച ഉത്തരം തരാമല്ലോ, പ്രാർത്ഥിച്ച ഉത്തരം തരാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു നടക്കും കുറെ കുട്ടികൾ. എന്താണ് ഈ ആയത്തിന് മനസ്സിലാക്കുന്നത്? അതിപ്പോ എന്തിനാ വലിയ ബാഫക്ക് തങ്ങളോട് പോയി പറയേണ്ട കാര്യം? എന്താ അമ്മ എന്നാ പോലെ കിട്ടിക്കൊള്ളുന്നില്ല. എന്തിനാ അതെന്തിനാ ഇങ്ങനെ തിന്നാൻ ഇന്ന മഹാനോട് പറയുന്നത്? എന്തിനാ ഇന്നലത്തെ സാലിനോട് പറയുന്നത്? അതൊക്കെ വിദ്യകളുണ്ട്, കുറെ വിദ്യകള്. ഖുർആന്റെ ആഴം പരിശോധിച്ചാൽ ഇങ്ങനെ മനസ്സിലാവും. ഇതാണ് മനസ്സിലാവുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇബാദിലേക്ക് ചേരണം. ഇബാദിലോ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഇബാദിനെ തൊട്ട് കളിക്കാൻ ഒരാളെ അല്ലാഹു വിടൂല. ആ ഇബാദ് ഒരു കാര്യം ചോദിച്ചാൽ തള്ളൂല്ല. അപ്പൊ കുഴപ്പം നമുക്കാണ്. അതാണ് പ്രശ്നം. കുഴപ്പം നമുക്കാണ്.
നമ്മൾ കുഴപ്പത്തിലുണ്ടായി, നമ്മൾ കാര്യം ചെയ്തില്ല. ചിന്തിക്ക്. അങ്ങനെയാണ് നമ്മൾക്കാ കുഴപ്പം, നമ്മളാണ് നമ്മൾക്കാ കുഴപ്പം. നമ്മൾക്കാ കുഴപ്പം അല്ലാതൊന്നുമില്ല. പ്രത്യക്ഷത്തിലൊക്കെ ശരിയുണ്ട്, അതിനപ്പുറത്തേക്കില്ല. പോലീസ് സേനയിൽ ചേരാൻ ഇന്ന മെയ്വഴക്കം ഒക്കെ വേണം എന്ന നിയമമുണ്ട്. ഓട്ടത്തിന്, ചാട്ടത്തിന്, തിരിയല്, മറിയല്, ഇതിനൊക്കെ നല്ല മെയ്വഴക്കം ഉള്ള ആളെ പോലീസ് സേനയിലേക്ക് എടുക്കും. നിയമമുണ്ട്. പ്രത്യക്ഷത്തിൽ എല്ലാരും കോമും മാമും ഒരേ വലിപ്പ. കോമുവിന്റെ അതേ നെഞ്ചിന്റെ വലിപ്പുണ്ട് മാമൂനും. കോമു മാമു രണ്ടാളും പോലീസിൽ ചേരാൻ വേണ്ടി പോയി. കോമുവിനെ എടുത്തു, മാമൂനെ എടുത്തില്ല. എന്തേ? അപ്പോൾ മാമൂന് പറയാൻ പറ്റോ പോലീസ് സേന എന്നോട് അനീതി കാട്ടി, ഡിപ്പാർട്ട്മെന്റിൽ എന്നോട് അനീതി കാട്ടി, ഞാൻ LDF ആണ്, ഞാൻ UDF ആണ്, അതുകൊണ്ട് എന്നെ എന്തേ? കോമു മാമു രണ്ടാൾക്കും ഒരേ വലിപ്പ. 5.5 ഇഞ്ചാ 6.5 ഇഞ്ചാ കോമു, അതേ 6.5 ഇഞ്ചാണ് മാമു. അതേ നെഞ്ചൂക്കന്നെയാണ്, നെഞ്ചിന്റെ വലിപ്പം കോമൂനും ഉണ്ട് മാമൂനും ഉണ്ട്. അതേ മുടി, അതേ വലിപ്പം, അതേ ഉയരം, അതേ കാൽമുട്ടിന്റെ വലിപ്പം, കൈമുട്ടിന്റെ വലിപ്പം ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ? കോമു നേരം വെളുത്ത പായും. നിയമമുണ്ട്, മെയ് വഴക്കമാണ്. അങ്ങോട്ട് പായും. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ചാടല്, ശ്വാസം വിടാതെ കുടിക്കല്, നിർത്തല്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പണിയും ഒരു 1/4 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തിട്ട് കോമു ചായ കുടിക്കാൻ വരുള്ളൂ പോരേക്ക്. ഇത് കോമു തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. മാമു എണീക്കണമെങ്കിൽ 12 മണിയാവും. അപ്പോൾ പിന്നെ മാമൂനെ പോലീസിൽ എടുക്കൂല. മാമൂനെ ഇങ്ങനെ ഫോട്ടത്തിൽ നിലമ്പൂർ പാട്ടിന് പ്രദർശിപ്പിക്കാം. നിലമ്പൂർ പാട്ട് എന്നൊരു ഉത്സവമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. മാമൂനെ ഫോട്ടോ പ്രദർശിപ്പിക്കാം, വേണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രദർശിപ്പിക്കാം. പോലീസിൽ വന്ന് പരാജയപ്പെട്ട മഹാൻ എടുക്കൂല. എന്തുകൊണ്ട്? എടുക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്. അതേ വലുപ്പത്തിൽ തന്നെയല്ലേ ഞാനും എന്ന് എന്റെ എടുക്കാഞ്ഞോ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾ പറയാം എന്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? ഇബാദിൽ ചേരണം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ ദാസനായി മാറണം. അല്ലാതെ പ്രാർത്ഥിച്ചൂടെ ഉത്തരം കിട്ടാതിരിക്കാം. ഉജീബ് ദഅവത്തദായി, ചില ആളുകൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുത്തേ തീരൂ എന്ന് നിയമമുള്ളത് ആർക്കാണ്? ഇബാദിൽപ്പെട്ടവർക്കാണ്. അപ്പോൾ കുഴപ്പം നമ്മുടേതാണ്. ശ്രദ്ധിക്കേണ്ടതും നമ്മളാണ്, നമ്മളായിത്തീരേണ്ടതാണ്. എന്തായിത്തീരണം? ഇബാദാകാൻ ശ്രമിക്കണം. ബാക്കി അടുത്ത ക്ലാസ്സിലും എന്താണ് പ്രാർത്ഥനയ്ക്ക് നാം ചെയ്യേണ്ടത്, എന്താണ് പ്രശ്നം, അടുത്ത ആഴ്ച കണ്ടെത്തും വീണ്ടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്തരം വാങ്ങുന്നത് വരെ നമുക്ക് അധ്വാനിക്കാം. അള്ളാഹു ഇബാദാകാൻ അധ്വാനിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആയത്തിനെ ഒന്ന് പരിശോധിക്കുക. എല്ലാവരും വലുപ്പം പറയാ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിക്കൽപ്പ എന്തിനാ മൂല്യം പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഔലിയപ്പാപ്പ പ്രാർത്ഥിക്കുന്നത്? ആ ഉത്തരം അള്ളാഹ് തരാന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് മൗരങ്ങാടിയും കോഴിക്കോട്ടങ്ങാടിയും പ്രസംഗിച്ചുകൊണ്ട് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. എങ്ങനെ ഇബാദിൽ പെടണം? പിന്നല്ല നമ്മൾ ഇബാദിൽപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇബാദിൽപ്പെട്ടവരെ കൊണ്ട് നാം പ്രാർത്ഥിപ്പിക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.